നമസ്കാരം പ്രിയമുള്ളവരെ. തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ജനാധിപത്യപരമായ വിമർശനങ്ങൾ CPM നേതൃത്വത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് ആ പാർട്ടിയിൽ പുതിയ പ്രതീക്ഷകൾക്ക് വക നൽകുന്നത്. നേരത്തെ CPMൽ ജനാധിപത്യ സ്വഭാവം കുറവായിരുന്നു എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. മിക്കപ്പോഴും കോൺഗ്രസിലുള്ളതുപോലെ പ്രവർത്തകർക്കോ അണികൾക്കോ സ്വാതന്ത്ര്യമില്ല എന്നൊരു ആരോപണം CPMവുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ക്രിയാത്മകമായി പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് CPMൻ്റെ ജില്ലാ കമ്മിറ്റികളൊക്കെയും നേതൃത്വത്തിനെതിരെ ആരോപണവുമായി മുന്നോട്ട് വരുന്നു എന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. നേതാക്കന്മാർ തമ്പ്രാക്കളും അണികൾ അടിമകളുമായുള്ളൊരു സമ്പ്രദായമാണ് CPM നിലനിൽക്കുന്നതെന്ന്. അതുപോലെ മറ്റൊരു ജില്ലാ കമ്മിറ്റിയുടെ ആരോപണമുണ്ടായിരിക്കുന്നത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. മറ്റൊരു ജില്ലാ കമ്മിറ്റിയുടെ വീക്ഷണം ഉണ്ടായിരിക്കുന്നത് ഗോവിന്ദൻ മാഷിൻ്റെ ഓരോ വാർത്താ സമ്മേളനത്തിലും 100 പേർ പാർട്ടി വിട്ടു പോകുന്നു എന്നാണ്. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യ ബോധമുള്ള വിലയിരുത്തലുകളാണ്. പ്രത്യേകിച്ചും ഒരുപക്ഷെ CPM ഇലക്ഷന് മുമ്പ് ഇത്തരം വിലയിരുത്തൽ നടത്തിയിരുന്നെങ്കിൽ CPMൻ്റെ ജില്ലാ നേതൃത്വം ഇത്തരം തിരുത്തലുകൾ സംസ്ഥാന നേതൃത്വത്തിനും സംസ്ഥാന നേതാക്കൾക്കുമെതിരെ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ പരാജയം CPMന് ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നായിരുന്നു യാഥാർത്ഥ്യം. ഒരിക്കൽ കൂടി CPM അതിൻ്റെ പരാജയ പരമ്പര തുടരുവാൻ തീരുമാനിക്കുന്നത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുവാൻ എടുത്ത തീരുമാനത്തിൽ കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്ത് നയിക്കാനുള്ള കഴിവിനെയൊന്നും വില കുറിച്ച് കാണുന്നില്ല. പക്ഷേ CPM വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയമാണ്, ചരിത്രപരമായ തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ നിയമസഭയിൽ ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആൾ കുറച്ചുകൂടി ചെറുപ്പമാകേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം 2021 അതുപോലെ 2016 UDF വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയെങ്കിലും 2021 ആ പ്രസ്ഥാനം പ്രതിപക്ഷ നേതാവായി നിയോഗിച്ച VD സതീശൻ നിയമസഭയിൽ നടത്തിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് UDFൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന വിലയിരുത്തൽ കൂടി നമ്മൾ ഈ അവസരത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് CPMനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ചെറുപ്പം അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ഒരു മുഖം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. കാരണം നിയമസഭയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധീകരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരവും മറ്റുമൊക്കെ അതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഇനിയുള്ള വളർച്ചയ്ക്ക് നിദാനം എന്നിരിക്കെ പ്രായാധിക്യം കൊണ്ട് തളർന്നിരിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ഒരാളെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കുന്നത് അത് കുറച്ചുകൂടി പ്രയാസകരം തന്നെയാണ് എന്നാണ് എൻ്റെ വീക്ഷണം. ഒരുപക്ഷെ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അവരുടെ യുവനിര ആകമാനം പരാജയപ്പെട്ട് കഴിഞ്ഞു. പിണറായി വിജയനോടൊപ്പം തന്നെ നേതൃനിരയിലുണ്ടായിരുന്ന മിക്കുള്ളവരും തോമസ് ഐസക് ആയാലും സുധാകരനായാലും ഒക്കെ ഒതുക്കപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ പേരാവൂരിൽ നിന്ന് ശൈലജ ടീച്ചർ പരാജയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ CPMൻ്റെ ഒരു പിണറായിക്ക് പകരം നിൽക്കാൻ കഴിയുന്ന ആ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരൊക്കെയും രാഷ്ട്രീയപരമായി ഒതുക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെയുള്ള യുവതലമുറ MB രാജേഷും അതുപോലെയുള്ള ആളുകൾ, P രാജീവും ഉൾപ്പെടുന്ന ആളുകളൊക്കെ നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ഇനി അത്തരത്തിൽ നിയമസഭയിൽ LDFൻ്റെ പ്രതിപക്ഷ നേതാവാകുവാൻ സാധ്യതയുള്ള ഒരാൾ ബാലഗോപാലായിരുന്നു, കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA. പക്ഷേ അദ്ദേഹത്തെയും പരിഗണിക്കാതെ പിണറായി വിജയനിലേക്ക് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്തുന്നു എന്ന് പറയുമ്പോൾ അത് CPMനെ സംബന്ധിച്ച് ആലോചിച്ചെടുക്കാത്ത ഒരു തീരുമാനമായിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അതിനെതിരെ CPMൻ്റെ അകത്ത് നിന്ന് ശബ്ദം ഉയരുന്നുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് പിണറായി വിജയനെ ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് എന്ന രീതിയിലുള്ള വാദഗതികളൊക്കെ CPMൻ്റെ അകത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അപ്പുറത്ത് BJP ഉണ്ട്. അവർ ഒരുപക്ഷെ പ്രതിപക്ഷ സ്വരം ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായതുപോലെയല്ല. BJPക്ക് ഇപ്പോൾ 3 അംഗങ്ങളുണ്ട് നിയമസഭയിൽ. അതിൽ V മുരളീധരനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനും രണ്ടുപേരും നല്ലതുപോലെ സംസാരിക്കുവാൻ കഴിയുന്ന ആളുകളാണ്. രാജീവ് ചന്ദ്രശേഖരന് ഭാഷാപരമായി അദ്ദേഹത്തിൻ്റെ മലയാളം അത്ര ശരിയല്ല എങ്കിലും അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിവുള്ള ഒരാളാണ്. V മുരളീധരനും അതുപോലെ തന്നെ നല്ലതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ ശബ്ദം ഒരുപക്ഷെ BJP ആയി പോകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന പിണറായി വിജയന് ഒരുപക്ഷെ അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുവാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയല്ല ഉള്ളത് എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം.
ഒരുപക്ഷെ ഡിവൈഎഫ്ഐയും SFIയും CIT ഒക്കെ കുറച്ചുകൂടി ക്രിയാത്മകമായിരിക്കും. കാരണം സംഘടനാപരമായി അവർക്ക് ഓരോ ഗ്രാമങ്ങളിലും യൂണിറ്റുകളുണ്ട്. യൂത്ത് കോൺഗ്രസിനെയോ അതുപോലെ KSUവിനെ പോലെയല്ല അവരൊക്കെ സമരമുഖത്ത് ഇറങ്ങുവാൻ കഴിയും. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരൊക്കെയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ്. അവർക്ക് ഏത് ഇടതുപക്ഷ കോട്ടയിൽ ചെന്നാലും അവർക്ക് ആ കോട്ട പൊളിച്ചവിടെ വിജയക്കൊടി പാറിക്കുവാൻ കഴിയുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം. അത് ഷാഫി പറമ്പിലായാലും ലൈംഗിക അപവാദ കേസിൽ പുറത്തു പോകേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലായാലും ബാലുശ്ശേരി MLA T സൂരജ് ആയാലും അതുപോലെ ആലപ്പുഴ MLA AT തോമസ് ആയാലും അബിൻ വർക്കി ആയാലും അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ച് അവരുടെ റിസർവ് ബെഞ്ച് പോലും പ്രതിഭാസമ്പന്നമാണ് എന്ന് പറയാം. CPMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നേതാവ്, യുവനിരയിലുള്ള ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വരാജാണ്. പക്ഷേ സ്വരാജ് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ പിറകെ പോയ ഒരാളാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് CPM അവരുടെ യുവ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ക്രിയാത്മകമായി ഇടപെടുന്നില്ല, പരാജയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതൃത്വ ആസ്ഥാനത്തേക്ക് നിയമസഭയിൽ പിണറായി വിജയനെ അവരോധിക്കുമ്പോഴും CPM തിരിച്ചടി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും BJP തക്കം പാർത്തിരിക്കുന്ന BJPയുടെ അവസരം നൽകുന്നതിന് തുല്യമാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുക. കാരണം BJP പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും. നിയമസഭയിൽ അത്തരത്തിലുള്ള ഇടപെടലുണ്ടാകും. യുവമോർച്ചയുടെയും വനിതാ മോർച്ചയുടെയും ഒക്കെ സമരമുഖങ്ങളുണ്ടാകും. അതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ ഒരു പക്ഷേ DYFIക്കും SFIക്കും സമരമുഖങ്ങൾ കഴിഞ്ഞേക്കാം. പക്ഷേ നിയമസഭയിലെ പ്രകടനത്തിൽ പിണറായി വിജയനേക്കാളും കുറച്ചുകൂടി ഊർജ്ജസ്വലമായ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിയുന്ന, നിയമസഭയിൽ ശബ്ദം മുഴക്കുവാൻ കഴിയുന്ന ഒരാളുടെ സാന്നിധ്യം പ്രതിപക്ഷ നേതാവായി ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും CPMൻ്റെ ഒരു അപചയം അത് മുതലാക്കുവാൻ BJP ശ്രമിക്കും. നേരത്തെ 2 വർഷം പ്രതിപക്ഷത്ത് 2 തവണ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസ് തകർന്നു എന്നാണ് BJP വിചാരിച്ചത്. ആ അവസരം മുതലെടുത്ത് വളരാം എന്ന ഒരു വ്യാമോഹം BJPക്കുണ്ടായിരുന്നു. പക്ഷേ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയായിരുന്നു. അതിന് BJPയുടെ ആ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസ് സഹായിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ശക്തമായ നിയമസഭാ പ്രസംഗങ്ങളും മറ്റും നിയമസഭയിലെ ഇടപെടലുകളും മറ്റുമൊക്കെയാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു യുവജന നേതൃത്വം അവരും വളരെ ക്രിയാത്മകമായി തന്നെ പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇടപെട്ടിട്ടുണ്ട്. അത്തരം ക്രിയാത്മകമായ ഇടപെടലുകൾ CPMൻ്റെ യുവ നേതൃനിരയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ രാഷ്ട്രീയമായി വിശ്രമം കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. 82 വയസ്സായിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രത്തിനും പ്രസ്ഥാനത്തിനും സംസ്ഥാനത്തിനും ചെയ്ത എല്ലാ കഴിവുകളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ഉചിതമായ യുവ നേതൃത്വം ആ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അത് അവസരം കാത്തിരിക്കുകയാണ്. 3 സീറ്റിൽ നിന്ന് BJPക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയായി വളരുവാൻ അധിക താമസമൊന്നും വേണ്ട. നമുക്ക് ബംഗാളും അതുപോലുള്ള സ്റ്റേറ്റുകളൊക്കെ ഉദാഹരണങ്ങൾ നിൽപ്പുണ്ട്. കോൺഗ്രസും CPMും ഒക്കെ ശ്രദ്ധാപൂർവം നീങ്ങിയില്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സ്പേസ് BJP പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ കേരളത്തിൽ അനധിവിദൂരമല്ലാതായി തന്നെ കാണുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.